വൈകുന്നേരം ആയപ്പോൾ ഞാനും അയിനൂസും കൂടെ ഒന്ന് വീട് വരെ പോവാട്ടോ. എനിക്കൊരു കാര്യം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. കുറേ ആയി ഞാൻ ചെയ്യണമെന്ന് മാറ്റി വെച്ചൊരു കാര്യം കേട്ടോ ഞാനിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ആദ്യം തന്നെ എൻ്റെ ചാർജർ ആട്ടോ ബാഗിലോട്ട് എടുത്ത് വെക്കുന്നത്. പിന്നെ എനിക്ക് ആവശ്യമുള്ള ഐറ്റംസും ഞാൻ ബാഗിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴായിരിക്കും ഞാൻ ഈ ഒരു ഐറ്റംസ് ഒന്നും എടുത്തില്ല എന്ന് ഓർക്കുന്ന കാര്യം തന്നെ കേട്ടോ. അങ്ങനെ എല്ലാം മറക്കാണ്ട് ബാഗിലെടുത്ത് വെച്ചപ്പോഴാണെങ്കിൽ ഒരു കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ. ഇപ്പോൾ വരുമ്പോൾ മോട്ടർ കത്തിപ്പോയാനേ മോട്ടർ ഇട്ടിട്ടാണ് ഞാൻ ഒരുങ്ങാൻ നിന്നതും ഇറങ്ങാൻ നിന്നതും. അങ്ങനെ മോട്ടറൊക്കെ ഓടിച്ചെന്ന് ഓഫ് ചെയ്തിട്ട് പിന്നെ ഐനൂസിനെയും ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഫോൺ വെച്ചുകൊണ്ട് അവൾ വലിയ അലമ്പൊന്നും കാണിക്കുന്നില്ല. അല്ലെങ്കിൽ അവൾ വേഗം വാ ഉമ്മി പോവാ ഉമ്മി ഐഷ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ വേഗം വാതിലൊക്കെ പൂട്ടി ഇറങ്ങി. പിന്നെ ഞാൻ വണ്ടി ഒന്ന് മൂടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം വണ്ടിയൊക്കെ മൂടി ഞങ്ങൾ രണ്ടുപേരും ബസ് സ്റ്റോപ്പിലെത്തി. ബസ് കയറി ഞങ്ങൾ വീട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ ഫുള്ള് ചാർജ് ഉണ്ടായിരുന്നില്ല. എനിക്ക് എപ്പോഴും കിട്ടുന്നൊരു പണിയാട്ടോ ഫോണിൽ ചാർജ് കയറ്റാത്തൊരു സ്വഭാവം എനിക്കുണ്ട്. അങ്ങനെ വഴി വെച്ചിട്ട് വാപ്പാനും ഉമ്മാനെയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. എനിക്ക് ഈ തിരിച്ചലക്കാട് ഇട്ടിട്ട് 2 വർഷമായി. എനിക്കിപ്പോൾ 22 വയസ്സായി. എന്നിട്ട് ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല കേട്ടോ. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാനും ഉമ്മയും കൂടി നേരെ ഇയാൻ്റെ അടുത്തോട്ടോ പോയത്. ഇയാൻ്റെ അടുത്ത് ഐനൂസിനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോയത്. പിന്നെ അവിടെ ഒന്ന് കയറി ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന് ചായയോടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാട്ടോ ഈ കാഴ്ച കാണുന്നത്. ഐനൂസും അതുപോലെ തന്നെ അവളുടെ മാമയും കൂടി ഭയങ്കര കളിയിലാണ്. പിന്നെ ഈ ഒരു ഐറ്റം എൻ്റെ അടുത്ത് മാത്രമേ ഉണ്ടോ പറ്റി. ഞാൻ വന്നതിന് എൻ്റെ അടുത്ത് ഓടി വരും. പിന്നെ ഇവരെന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ അങ്ങ് വരുന്ന വഴിക്ക് പായസം കുടിച്ചിട്ടോ. എനിക്കിപ്പോൾ ഇതൊരു ശീലമായെന്ന് തോന്നുന്നു. സത്യം അതെ കേട്ടോ. എനിക്കിപ്പോൾ ഇത് കുടിക്കേണ്ട വീട്ടിൽ പോകാൻ പറ്റില്ല. പത്രമൊന്നും ഇഷ്ടപ്പെടില്ല. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തു.